നൗഷാദ് അഹ്സനി എന്ന് പറയപ്പെടുന്ന ആൾ പ്രചരിപ്പിക്കുന്നത് പോലെ ഒരു ഏകപക്ഷീയമായ തീരുമാനമോ ചില വ്യക്തികൾക്ക് വേണ്ടിയുള്ള തീരുമാനമോ ആണ് കുരുവട്ടൂർ ഹാഫിദിനെ സംബന്ധിച്ച് എടുത്തതെന്ന് പറയുന്നത് തികച്ചും തെറ്റാണ്. ഞങ്ങളെടുത്ത തീരുമാനം എല്ലാവരും ഏകകണ്ഠമായ തീരുമാനമാണ്. എന്നാൽ ഈ പ്രസ്താവന പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെയും മറ്റും സമ്മർദ്ദങ്ങൾ കാരണമാണെന്നാണ് സംഘടനയിൽ നിന്ന് പുറത്താക്കപ്പെട്ട നൌഷാദും കൂട്ടരും വ്യാജ പ്രചരണം നടത്തിയത്. എന്നാൽ സമസ്തയിലെ തീരുമാനത്തെക്കുറിച്ച് സമസ്ത പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ KMAC ന്യൂസിനോട് പ്രതികരിക്കുന്നു. സമസ്തയെ പിള്ള മെമ്പർമാരെ പൂർണ്ണമായി ഞാൻ അംഗീകരിക്കുന്നു. അവരെ പറ്റി ആരെ പറ്റിയും എനിക്കൊരവിശ്വാസമില്ല. അവരൊരാള് അസത്യമായ കാര്യം ഒരാൾ പറയിച്ചാൽ പറയും എന്ന് ഞാൻ വിശ്വസിക്കണില്ല. ഉസ്താദോ അല്ലെങ്കിൽ മറ്റുള്ള മെമ്പർമാരോ ഒരാളെ വശീകരണം കൊണ്ട് വേണ്ടാത്തത് പറയുമെന്ന് ഞാൻ വിശ്വസിക്കണില്ല. അവരൊക്കെ വളരെ ഐക്യത്തിലാണ്. സമസ്ത തീരുമാനം ദൃശ്യങ്ങൾ പകർത്തി പുറത്തുവിട്ടതിനെ നൌഷാദ് പരിഹസിക്കുന്നത് കേൾക്കുക. മുശാവറയുടെ വീഡിയോ ക്ലിപ്പ് കൊടുക്കേണ്ട ഒരു ഗതികേട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അവസാനത്തിന്റെ തുടക്കമാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയാണ്. നിങ്ങൾ കേട്ടിനോ അങ്ങനെ? ഇത് മുശാവറയാണെന്ന മഹല്ലിയെ പറ്റി യോഗം എന്തിനൊക്കെ ഒരു മാന്യതല്ലേ? മുശാവറയ്ക്കൊക്കെ ഒരു സ്വകാര്യതയില്ലേ? അതിലേറെ വലിയ നഷ്ടം. എന്നാൽ ആരാണ് ഈ ദൃശ്യങ്ങൾ പകർത്താൻ നിർദ്ദേശം നൽകിയതെന്നും ഈ വിഷയത്തിൽ തീരുമാനം എടുത്തതെന്നും സമസ്ത പ്രസിഡന്റ് പറയുന്നു. ഇപ്പൊ ഈ വിഷയത്തിൽ ഉസ്താദിന്റെ തീരുമാനം ഏക തീരുമാനം, ഐക്യ തീരുമാനം. ഉസ്താദാണ് പറഞ്ഞത്, പിന്നെ ആരും പറഞ്ഞിട്ടില്ല. അവിടെ ആ സഭയിൽ മുസാഫറിൽ വെച്ചിട്ട് പൊന്മള മിതിൻകുട്ടിയുടെ ഒരു ചോദ്യം ഉന്നയിച്ചു. ആ ചോദ്യത്തിന് മറുപടി ഞങ്ങളാരുമല്ല പറഞ്ഞത്, ഉസ്താദ് തന്നെ ഇത് കൊണ്ടുവരാൻ പറഞ്ഞ് നെറ്റ് കൊണ്ടുവരാൻ നെറ്റിൽ ഈ വിഷയം എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി അപ്പം തന്നെ അറിയിച്ചതാ. നാളെ ആകണ്ട, പത്രത്തിൽ നാളേക്കല്ലേ വരുള്ളൂ, അന്ന് തന്നെ അറിയണമെന്നുള്ളത്. എന്നല്ലാതെ മുഷാവറ എന്നുള്ളത് രാഷ്ട്രീയമല്ല, അന്ന് മുഷാവറ കൂടി തന്നെ ശരിയല്ല എന്ന് വരെ പറയുന്നത് വരി. അവർ വിലമാക്കന്മാരൊന്നും കഴിയില്ല. അത് നാളേക്ക് വെച്ചാൽ പോലെ അന്ന് തന്നെ അറിയണം എന്നുള്ളവർക്ക് അന്ന് തന്നെ നെറ്റ് കൊടുത്ത് ഉസ്താദ് ഇങ്ങോട്ട് വിളിച്ചവനെയാണ്. മുകളിൽ വന്നിട്ട് അടുത്ത് കേക്കേ എല്ലാം കേക്കെ അറിഞ്ഞിട്ട് അങ്ങനെ സംശയം നമ്മളെ മുസാഫറിയിലും നമ്മളെ സമസ്തയിലും സംശയമുള്ളവർക്ക് അള്ളാഹു തആല തീർത്തു കൊടുക്കട്ടെ എന്നല്ല, നമുക്കൊന്നും പറയാനില്ല. കാട്ടി കൂടുതൽ അയാളെ പറ്റി അറിയുന്ന ആള് ഉസ്താദാണ്. അതുകൊണ്ട് ഉസ്താദ് പറഞ്ഞ ആൾക്ക് വിശ്വാസം. ഉസ്താദ് മുന്നേ മുഷാവറയിലും അടുത്ത മുഷാവറയിലും ഉസ്താദ് തന്നെയാണ് തീരുമാനം പറഞ്ഞത്. അതിനെ പറ്റി തീരുമാനമുണ്ട്. പിന്നെ ഇനി സമസ്തയിൽ ഭിന്നിപ്പുണ്ടെന്ന് പ്രചരിപ്പിക്കുന്നവർ പ്രസിഡന്റ് സുലൈമാൻ ഉസ്താദിന്റെ മറുപടി കേൾക്കുക. ഞങ്ങളിൽ ഇതിൽ ഭിന്നിപ്പില്ല. ഞാനിപ്പോ പ്രസിഡന്റായ സമസ്തന്റെ അംഗങ്ങളെ പറ്റി എനിക്ക് പിന്നെ അഭിപ്രായമൊന്നുമില്ല. പൊന്മളിനെ പറ്റിയില്ല, പേരൂണിനെ പറ്റിയില്ല, പിന്നെ ഉസ്താദിനെ പറ്റി ഒരിക്കലും ഇല്ല. പിന്നെ കുറെ സാദാത്തുണ്ട്, അവരെ പറ്റിയില്ല, ഒരു പിന്നെ അഭിപ്രായമില്ല. കാന്തപുരം ഉസ്താദിനെതിരെയും സമസ്ത പണ്ഡിതന്മാർക്കെതിരെയും ഷാർ മുബാറക്കിനെതിരെയും ചേളാരി വിഭാഗത്തോടൊപ്പം ചേർന്ന് CD ഇറക്കി ഒടുവിൽ അത് റിഹേഴ്സലായിരുന്നുവെന്ന് പച്ചക്കള്ളം പറഞ്ഞ് സ്വന്തം CDക്ക് മറുപടി പറയുകയും ചെയ്ത നൌഷാദിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഉസ്താദായിരുന്ന സുലൈമാൻ ഉസ്താദ് പ്രതികരിക്കുന്നു. നൌഷാദ് ഇപ്പം എന്ത് പറഞ്ഞെന്ന് അപ്പം ഞാൻ പറഞ്ഞത് വിശ്വസിക്കുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. പണ്ടൊരിക്കൽ അവൻ വന്നിട്ട് ആ പറഞ്ഞ ആളെ
ദർശനെന്ന് പറഞ്ഞ് എന്നെ ക്ഷണിച്ചു. അപ്പൊ ഞാൻ എന്റെ പരിപാടിക്കൊന്നുമില്ല, ഞാൻ വരണില്ല എന്ന് പറഞ്ഞപ്പോ അവൻ അന്ന് എന്നെ ശോനെ ഇങ്ങനെ ആയാലും സമസ്ത രണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ് അവന് ഭീഷണിപ്പെടുത്തി. ഉള്ളാള് ഞങ്ങളും ഇവരൊക്കെ അയാളൊപ്പാണ്, വരാഞ്ഞാല് രണ്ടാവുമല്ലോ അറിഞ്ഞു. പിന്നെ ഉള്ളാള് ഞങ്ങളും ആ പരിപാടിക്ക് പോയിട്ടില്ല, എപി ഉസ്താദും ആ പരിപാടിക്ക് പോയിട്ടില്ല. അപ്പോ ഇങ്ങനെ എന്റെ വർത്തമാനത്തിൽ എനിക്കൊരു വിശ്വാസമില്ല. ഞാൻ പറഞ്ഞാലും സമ്മതിക്കുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഞാനൊരു നല്ലൊരു ഹസനിമാരെ കൂട്ടത്തിൽ അവനെ കാണുന്നില്ല. സ്വന്തം ഉസ്താദിനെ ഭീഷണിപ്പെടുത്തിയ നൌഷാദിന്റെ ദുഷ്ചെയ്തികളെയാണ് ഉസ്താദ് ഇവിടെ തുറന്നു കാട്ടിയത്. കുരുവട്ടൂർ ഹാഫിൽ എന്ന വ്യക്തിയുടെ പരിപാടിക്ക് പോയിട്ടില്ലെങ്കിൽ സമസ്ത രണ്ടാവുമെന്ന് സ്വന്തം ഉസ്താദിന് നൌഷാദിന്റെ ഭീഷണി. ഇനി എന്താണ് ഇവരുടെ ആഗ്രഹം, ഇവരുടെ ലക്ഷ്യങ്ങൾ എന്താണ്? സുലൈമാൻ ഉസ്താദ് പറയുന്നു. അവരെ ഈ വർത്തമാനങ്ങളൊക്കെ അവർക്ക് ഇത് രണ്ടാക്കലാണ് ആവശ്യം. സമസ്ത അതല്ല രണ്ടാക്കാതെ കട്ടെ, എല്ലാവർക്കും നല്ല. ഇപ്പോ എല്ലാവരും ഒരേ മനസ്സാണ്. പിന്നെ എ പി ഉസ്താദിന് പൊന്മളിനോട് ഒരു വെറുപ്പുമില്ല, പൊന്മളക്ക് എ പി ഉസ്താദിനോടും ഇല്ല. പിന്നെ കുറ്റം പറയാൻ ആരെ പറ്റിയാ പറഞ്ഞൂടായി? സുൽത്താനെ പറ്റി കുറ്റം പറഞ്ഞില്ല ആൾക്കാർ, എല്ലാരെ പറ്റിയും പറഞ്ഞ. അബൂബക്കർ സിദ്ദീഖിനെ പറ്റി, ഉമർ ഫാറൂഖിനെ പറ്റി, ഉസ്മാൻ ഉപ്പാനെ ഒരു ഭരണം പിടിച്ചാണ് അലീബിൻ അബീ താലിബിനെ കിട്ടേണ്ടത് എന്നൊക്കെ പറഞ്ഞൊരു കൂട്ടക്കാര് അങ്ങനെ ഉണ്ടല്ലോ. അത് പറഞ്ഞതൊക്കെ നമ്മൾ വിശ്വസിക്കാനും അതിന് മറുപടി അറിയാൻ പറഞ്ഞാലും ഒന്നും കാര്യമില്ല. സുന്നി പ്രവർത്തകരെ വശീകരിക്കാനും ആകർഷിക്കാനും ഉള്ളാത്തങ്ങളുടെയും എ പിയുടെയും കൂടെയാണ് ഹക്ക് എന്ന CM വലുല്ലാഹി തങ്ങളുടെ വാക്ക് നാടുനീളെ പ്രസംഗിച്ച് നടന്നിരുന്നവർ ഇപ്പോൾ കാന്തപുരം ഉസ്താദിനെ നിസ്സാരവൽക്കരിക്കുകയും സമസ്ത പണ്ഡിതന്മാർക്കെതിരെ വിമർശനങ്ങളുമായി രംഗത്തുവരികയും ചെയ്തതോടെ ഇത്തരക്കാരുടെ ലക്ഷ്യവും കാപഢ്യമുഖവും മറനീക്കി പുറത്തുവന്നിരിക്കുകയാണ്. ഷാറ മുബാറക്കിനെ വ്യാജമായി ചിത്രീകരിച്ച ചേളാരി വിഭാഗത്തെ വെറുക്കുകയും അവരോട് പുഞ്ചിരിക്കുക പോലും ചെയ്യരുതെന്ന് നാടുനീളെ പ്രസംഗിച്ചവർ ഇപ്പോൾ അവരെ കൂട്ടുപിടിച്ച് സമസ്ത പണ്ഡിതന്മാരെ വിമർശിച്ച് ചേളാരി വിഭാഗത്തിലേക്ക് ചേക്കേറാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.